കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാനേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണം നാണം നാണലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. Oh yeah, തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. എന്തുവാണോ ചേട്ടാ? ഹലോ മനോലി, നിന്റെ വേഷം കണ്ട് ചിരിച്ചു പോയതാ. എന്റെ വേഷത്തിന് എന്താ കുഴപ്പം? അല്ല, ജീൻസും ടോപ്പും ജോലി അടുക്കള പാത്രം കഴിയും. ജീൻസും ടോപ്പും ഇട്ട് പാത്രം കഴിയാൽ എന്താ പാത്രം വൃത്തിയാവൂലേ? എവിടെ എങ്ങനെ വേഷം ധരിക്കണമെന്ന് ഒരു നിയമപുസ്തകത്തിലും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ജീൻസിന്റെ കാര്യം, മാന്യമായിട്ടുള്ള ടോപ്പാണ് ഇടുന്നതെങ്കിൽ ജീൻസ് ഇടുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അല്ല, എന്നാലും എന്റെ മോനോലി ഇതിന് വൃത്തികേടുണ്ടോ? അല്ല, വൃത്തികേടൊന്നുമില്ല, പക്ഷെ ഒരു വൃത്തിയില്ല. നിങ്ങൾ തന്നെ ഇത് പറയണം. കല്യാണത്തിന് മുമ്പ് നിന്നെ പോലൊരു സുന്ദരി ഈ ഭൂലോകത്തില്ലെന്ന് പറഞ്ഞ ആളാ. അല്ല, അത് മോനോലി ഇപ്പൊ കണ്ടാലും മോനോലി സുന്ദരി തന്നെ, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഈ ഡ്രസ് വേണം. എന്താ ഡ്രസ് ഇട്ടാലേ? ഒരു വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഭാര്യക്കില്ലേ? ഉണ്ട്, പക്ഷെ ഇതിന് വസ്ത്രം ഒന്ന് പറയൂ. അപ്പൊ ആണുങ്ങൾക്ക് എന്തും ധരിക്കാം, പെണ്ണുങ്ങൾക്ക് ഒന്നും പാടില്ല. എടി, ഞാനും ഒരു പെണ്ണ് തന്നെയാ. ഞാൻ എന്നിട്ട് നിന്നെ പോലെ കോലം കെട്ട വിഷമായിട്ടാണ് നടക്കുന്നത്. അമ്മ, അതിന് എനിക്ക് അമ്മയുടെ പ്രായമല്ലല്ലോ. എന്റെ മോനെ വലിയ അമ്മയെ ചുമ്മാ വാശി പിടിപ്പിക്കല്ലേ. അമ്മ പോയി ജീൻസും ടോപ്പും ഇട്ടോണ്ട് വരും. ഓ, അതിന് കുറെ പുളിക്കും. അതിനെ മായാവതി വേറെ ജനിക്കണം. കല്യാണത്തിന് മുമ്പ് ഞാൻ പാവാടം ചെമ്പറോ ധരിച്ചോണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണമ്മക്കയിലാ പറഞ്ഞത് അത് വേണ്ട, സാരിയോ മുണ്ടും നേരിയതോ ഒക്കെ എടുത്തോണ്ട് നടക്കാൻ. അന്ന് മുതൽ ഞാൻ ഈ വേഷത്തിലാണ്. കൃഷ്ണമ്മക്കയിൽ എപ്പോഴും പറയായിരുന്നു ഞാൻ വീടിന്റെ മഹാലക്ഷ്മിയാണെന്ന്. വക്കീലല്ലേ, ഒരുപാട് കള്ളം പറയും. മോനോലി, അമ്മ പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് മഹാലക്ഷ്മിയാണെന്നാ? അതെ, നീ വന്നേ. ഇനി പറ, ഞങ്ങളിൽ ആരെ കണ്ടാലാ കൂടുതൽ ഐശ്വര്യം? ആരെ കണ്ടാലാ മഹാലക്ഷ്മി പോയിട്ടിരിക്കുന്നേ? സത്യം പറയുന്നതിന്റെ പേര് നിന്നെ ഇവിടെ ആരും വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. സത്യം മാത്രമേ പറയാവുള്ളൂ. പറ. മോനോലി, ഞാൻ തുറന്നു പറയുന്നതിനകത്ത് വിഷമമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു വിഷമമില്ല. വിഷമമൊന്നുമില്ല, പക്ഷെ സത്യമേ പറയാവൂ. സത്യമേ പറയും. മോനോലി, അല്ല, ജീൻസ് ഇട്ടുകൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മിയെ സങ്കല്പിക്കാനേ പറ്റുന്നില്ല മോനോലി. പിന്നെ സെറ്റ് കൊണ്ടെടുത്ത അമ്മയാ മഹാലക്ഷ്മി. നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കൊരു ചുക്കുമില്ല. ഇന്നത്തെ പെണ്ണിനെ ഈ ഡ്രസ്സാണ് ഏറ്റവും കംഫർട്ടബിൾ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ആക്രമിക്കപ്പെടുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയല്ല. പിന്നെ വേണമെങ്കിൽ രണ്ട് ഫൈറ്റും ചെയ്യാം. അവന്മാർ എടുത്തത് എങ്ങനെ? എന്റെ മോൻ എന്നെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇന്നിവിടെ ഒരു പായസം വെച്ചു. നീ ചെന്നൊരു സെറ്റ് സാരിയൊക്കെ എടുത്തൊരു പൊട്ടും ഒക്കെ വെച്ച് എന്നെ പോലെ മഹാലക്ഷ്മി ആവാൻ ശ്രമിക്കും. വേണ്ട. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്നോട് ഒന്ന് സംസാരിച്ചു. ക്ലാസ്സിലെ കാര്യങ്ങളാണ് സംസാരിച്ചേ. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടപ്പോൾ വേറെ കുറേ പയ്യന്മാർ ഞങ്ങളോട് വന്ന് ചോദിച്ചു എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന്. ഞങ്ങൾ പേടിച്ചു പോയി. ആ പയ്യനെ അവർ തല്ലി. അതിനാണോ നീ കരയുന്നേ? അല്ല, എന്നിട്ട് എന്നെ അവരെ തള്ളി താഴെയിട്ടു. മുറിഞ്ഞോ? കുറെ പോലീസുകാരുള്ളതാണ്. ഞാൻ രക്ഷപ്പെട്ടു. ആരായിരിക്കും? സാധാരണ പോലീസ് അല്ലാതാരാ? ഇപ്പൊ നാട്ടിൽ മൊത്തം അവരുടെ വിളയാട്ടമില്ലേ? ഓ, അതൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ മോള് കരയാതെ. ആരാ നിന്നെ ഉപദ്രവിച്ചെന്ന് അറിയാമോ നിനക്ക്? ഇല്ല. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ പറ്റില്ലെന്ന് വെച്ചാല് എന്തൊരു കാലമാ. പണ്ടാണെങ്കിൽ ഞാൻ മോനവല്ലിയെ സൈക്കിളിൽ കയറ്റി കുളയിൽ കൊണ്ടുപോയായിരുന്നു. അന്നൊന്നും ആരും ചോദ്യം ചെയ്യാനില്ലായിരുന്നു, ഇല്ലയോ? കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂം കദളി വാഴ പൂക്കളിലാകെ തേൻ നിറഞ്ഞു. മോളൊന്ന്
കരവാ. അപ്പോഴവന്റെ പഴയ കാലത്തെ ഒരു മൂരിപ്രേമം. നിന്റെ ഈ വളിച്ച ചിരിയുണ്ടല്ലോ, ഒരൊറ്റ അടിക്ക് ഞാൻ കരച്ചിലാക്കി മാറ്റി തരാം അവിടെ. അമ്മയും സദാചാര പോലീസും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. മുണ്ടിപ്പോരുത്. അവന്റെ ഏകദേശ രൂപം മനസ്സിലുണ്ടെങ്കിൽ മോൾ അച്ഛമ്മയോട് പറ, ഇടിച്ചവന്റെ കൂമ്പ് ഞാൻ കലക്കും. ഡ്രസ്സിലൊന്നും അല്ല അർജുനേട്ട വൃത്തിയേട്, ചിലരുടെ മനസ്സിലാ വൃത്തിയേട്. പെണ്ണുങ്ങൾക്ക് മനസ്സമാനത്തോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത കാലവാ. സദാചാര ഗുണ്ടകൾ മുർദാബാദ്. വന്ന് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതായി. ഇതെങ്ങനെ ആ പിള്ളേരുടെ കണ്ണിപ്പെട്ട എന്താവും? എനിക്കേ ഉളുപ്പ് തോന്നുന്നു. നാടിന്റെ ഒരു പോക്കേ. എന്താമേ? ഓ എന്താ കാര്യം? ഞങ്ങളുടെ അടുത്തൂടെ പറ. നിന്നോട് പറയാൻ എനിക്കിപ്പോ സൗകര്യം ഇല്ല. നിന്നോട് പറയാ. ഇപ്പൊ പത്രം എടുത്ത് ഒളിച്ചു പോയി. കൊച്ചുങ്ങളെങ്ങാനും കണ്ട ഞാനൊന്ന് നോക്കട്ടെ. നീ ഇപ്പൊ നോക്കണ്ട, നീ നോക്കിയതൊക്കെ മതി. മമ്മി, കൊച്ചിയിൽ ഇന്ന് ചുംബന സമരം വൈകിട്ട് 5 മണിക്കാ. നീ എങ്ങനെ അറിഞ്ഞു? ടിവിയിലൊക്കെ വന്നു, ന്യൂസുകളുണ്ടായിരുന്നു. കേറി പോടിയാത്ത. ഓ, ഒരു കൊച്ചു വർത്താനം പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു. പൊടി. ടി വി ഓഫ് ചെയ്ത്. അതുള്ളാലോ. നീ എന്താ ഒരു വിദൂഷവന്റെ വീട്ട് എന്താ പറഞ്ഞാലും അങ്ങോട്ട് വീട്ട് പറഞ്ഞോണ്ടിരിക്കുന്നേ. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലേ? എങ്ങനെ വഴക്ക് പറയാൻ തോന്നുന്നമ്മേ? പിള്ളേരൊക്കെ ഒരുപാട് വളർന്നു അല്ലേ അമ്മേ? ഒരു ഉളുപ്പും ഇല്ലാതെ അവള് വന്ന് പറഞ്ഞേ കേട്ടില്ലയോ? എന്റെ ദൈവമേ, ഇത് അമ്മ ന്യൂ ജനറേഷൻ. ഈ വാർത്ത പത്രത്തിൽ കണ്ടോണ്ടല്ലോ അമ്മ എന്നെ പത്രം കാണിക്കായിരുന്നേ. കൃഷ്ണൻ മക്കയിലെങ്ങാനും ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാത്തിനെയും അദ്ദേഹം തട്ടിയനെ. എന്താ നീ ഗണിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ എന്നെയും തട്ടിയാനേ. കാരണം ഈ ചുംബന സമരത്തിൽ ഞാനും പങ്കെടുക്കുന്നില്ല. എന്താ? ഞാൻ നിങ്ങളുടെ ഭാര്യ. നീ പോവോ? പോകും. എവിടുന്ന്? ഈ വീട്ടിൽ നിന്നോ? നീ പോകും. അന്നാ കാണട്ടെ. സദാചാര ഗുണ്ടായുസത്തിനെതിരാണ് എൻ്റെ ഈ പ്രതിഷേധം. അല്ല, ഇന്നലെ നമ്മുടെ മീനാക്ഷിക്ക് പോലും ഈ സദാചാര ഗുണ്ടകളിൽ ഇന്ന് ആക്രമണം നേരിടേണ്ടി വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് തീർച്ചയായിട്ടും പങ്കെടുക്കും. നീ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. നിന്റെ മുട്ട എന്തല്ലോ അടിയും വാങ്ങിക്കും. ഞാൻ പോകും. പോകും. കൊള്ളാം. ഇന്നലെ ഇച്ചിരി നേരം ജീൻസ് ഇട്ടെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞ ആളാണ് ഇന്ന് ഈ ആഭാസത്തിന് പോകുന്നത്. അല്ല, പറഞ്ഞു. എന്താ പറഞ്ഞു? അല്ല, അപ്പൊ വഴക്ക് പറഞ്ഞായിരുന്നമ്മേ. ഇത് നല്ല കാര്യമാണോ? അല്ല, ഇതൊരു പ്രതിഷേധ സമരമല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. ഇങ്ങനെയാണോടാ പ്രതിഷേധിക്കുന്നത്? ഇതിനു മുമ്പ് ഇവിടെ പല പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിൽ കൂടെ പലതും നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷെ ഇത് അയ്യോ, സമയമായി. എന്താ വൈകിട്ട് 5 മണിക്ക് ആ ചുംബനം തുടങ്ങും. ഞാൻ പോട്ടെ? അവിടെ പോണ്ട. പോണം. പോവണ്ട. പോണം. പോവണ്ട. ഞാൻ പോവാ. നീ അവനെ വിടണ്ട. നീ ഒരു കാര്യം ചെയ്യ, അവൻ ഇറങ്ങുന്നതിന് ഇപ്പൊ മുറി അങ്ങ് പോട്ട്. ഞാൻ പോയി ചായ. അയ്യോ, ഇതെന്താ ഈ നേരത്തെ ഒരു വലിയ തെപ്പ്? ചുംബന മത്സരം. ഇന്ന് ഞാൻ അവൻ്റെ പല്ലെല്ലാം അടിച്ചു കുളിക്കും. വേണ്ട അമ്മ ഇത് പറഞ്ഞ് കുളവാക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും കൂട്ടി മുറിക്കകത്ത് പൂട്ടിയിടാം. ഈ മുറിക്കകത്ത് പൊട്ടിയിട്. ഇതിനകത്ത് ഇല്ല, അങ്ങോട്ട് വരെ കൊണ്ടുപോണ്ട. ഇതിനകത്ത് വിളിച്ച് തോർത്താൻ പോകും ചിലപ്പോൾ. ഹലോ, കമലാസനില്ലയോ? അർജുനാ? നീ ഇന്ന് പോകുന്നുണ്ടോ ചുംബന സമരം? ഇല്ലയോ? ഞാൻ പോകുന്നുണ്ട്. ഒരു സംശയമുണ്ടല്ലോ. നമ്മൾ ഈ പങ്കെടുക്കുന്നവരെ ഈ ചുംബിക്കാനുള്ളവരെ നമ്മൾ കൊണ്ടുപോകണോ അതോ അവിടുന്ന് കിട്ടുമോ? അങ്ങനെ അല്ലയോ? വന്നിട്ട് പറയാം കാര്യങ്ങൾ. ഓക്കെ കേട്ടോ.
അർജുനേട്ടാ പോ റെഡിയായോ? ആ ഇപ്പൊ പോണം. അതെ ഞാനും വരട്ടെ. അതൊന്നും വേണ്ട. എന്താ? അത് ഒരു വീട്ടിൽ നിന്ന് എല്ലാവരുടെ പോകാൻ പറ്റത്തില്ല, പങ്കെടുക്കില്ല. ഇനി ഇത്തരം സമരങ്ങൾ ഇനിയും ഉണ്ടാവും. അപ്പൊ നിന്നെ കൊണ്ടുപോകാം. ഉറപ്പാണോ? ഉറപ്പ്. ആണോ? ഞാൻ ഷർട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. മുണ്ടാണോ പാന്റാണോ? പാന്റ് ജീൻസ്. ജീൻസ്. പിന്നെ കൂളിംഗ് ഗ്ലാസ് വേണം. അയ്യോ അത് എവിടാ വെച്ചെന്ന് ഞാൻ എല്ലാം ഞാൻ എടുത്തു തരാം. എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. വാ നടക്ക്, എല്ലാം എടുത്തു തരാം. തുറക്കത്തില്ല. ചവിട്ടിപ്പൊടിച്ചാൽ നിന്നെ ഞാൻ ഇന്ന് നിന്ന് വിവരം അറിയുന്നീ. അവിടെ കിടന്ന് ചുംബിക്കാം. പിന്നെ പച്ചവെള്ളം തരത്തില്ല. അവിടെ കിടന്നോ. ചുംബന സമരം. അയ്യോടി പിള്ളേരെ കൊണ്ട് തോറ്റു. പഠിക്കാന്നല്ലേ? ഇത് എന്റർടൈൻമെന്റ് ടൈമാ മമ്മി. എന്റർടൈൻമെന്റ് ടൈമോ? അങ്ങനെ ടൈം ഉണ്ടോ? എന്നിട്ട് പഠിച്ചേ. ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും. ഓ പിന്നെ പ്രതികാരം ചെയ്യാൻ ടൈം. ിരിക്കുകയാണ് കിസോഫ് ലൗവിനെ അനുകൂലിക്കുന്ന പ്രവർത്തകർ കൂക്കുവിളിയോട് കൂടിയാണ് ഇതിനെ എതിർക്കുന്നവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഇടപെടുന്നുണ്ട്. പോലീസ് ഇപ്പോൾ ലാത്തി ചാർജിലേക്ക് കടന്നിരിക്കുകയാണ്. ലാത്തി ചാർജ് ഇല്ല എന്നെ കുന്തന്ന് തല്ലി പൊട്ടിക്കും. എന്റെ അമ്മ ഇരുന്ന് കാണാൻ ചുംബന സമരം നല്ല പൊരിഞ്ഞടിയാ കാണാൻ. നല്ല പോരുത്. ഒരുത്തന്നെ മുറിയിലൂടെ പൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് നീ വിട്ടിരുന്ന് ചുംബന കാണുന്നോ? എന്റെ അമ്മ ചുംബന കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചുംബനം ചെയ്യുന്നില്ലല്ലോ. കാണുന്നുണ്ട്, കുഴപ്പമില്ല. അമ്മ ഇരിക്കും. കുഴപ്പമുണ്ട്. നിന്നോട് അത് ഓഫ് ചെയ്യാനാണ് പറഞ്ഞത്. സോറി അമ്മ, കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. എന്റെ ദൈവമേ, എവിടെ നോക്കിയാലും ഇത് തന്നെ. ഒരു ലോഡ് ചുംബനം. ചുംബിക്കട്ട ഞാൻ ചൊരിത്തവളകൾക്കു മാറാല കെട്ടിയ മാക്കാച്ചി കുഞ്ഞുങ്ങളെ. ചുംബിക്കട്ട ഞാൻ ശുഷ്ക സ്വപ്നങ്ങൾക്ക് മദ്ദളം കൊട്ടിയ കിന്നാരത്തുമ്പികളെ. ചുംബിക്കട്ട ഞാൻ. ഇത് പോകാൻ പറ്റാത്ത ക്ഷീണം തീർത്താ. അടുത്ത പറ്റി കൊണ്ടുവരും നിനക്കായി ഞാൻ തെങ്ങിൻ പൂക്കുലലേഹ്യം. കൊണ്ടുവരും നിനക്കായി ഞാൻ തെങ്ങിൻ പൂക്കുലലേഹ്യം. തുളസിക്കതിരിൻ ശംഖുപുഷ്പം, ചെവിയിൽ ചൂടാൻ ചെമ്പരത്തി, തലയിൽ ചൂടാൻ ശവന്നാറിപ്പൂക്കളും കൊണ്ടുവരും. ഇത് നിനക്കായിട്ടൊന്നുമുള്ളതല്ല. ചുംബന സമരത്തിൽ പങ്കെടുത്ത അജ്ഞാതയായ എന്റെ സുഹൃത്തിനു വേണ്ടിയാ. അമ്മേ, എന്തിനാ അമ്മയെ വിളിക്കുന്നേ? അല്ല നീ എന്താ ഈ രാത്രിയില്? രാത്രിയിൽ എനിക്ക് വെളിയിൽ ഇറങ്ങി നടന്നൂടെ? എനിക്ക് എന്റെ വീട്ടിലേക്ക് വന്നൂടെ? എടി രാത്രി കയറി വന്ന എന്തിനാന്നാ ചോദിച്ചത്? സ്വന്തം വീട്ടിലേക്ക് വരുന്നതിന് രാത്രിയും പകലൊന്നും നോക്കേണ്ട കാര്യമില്ല അർജുനേട്ടാ. എന്റെ അമ്മ ഞാൻ കൊച്ചു വരെ ഒന്ന് വന്നതാ. അപ്പൊ പിന്നെ ഇവിടെ വന്ന് അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചോ. അത് ഇത്ര വലിയ തെറ്റാണോ? പറഞ്ഞോലെ ശരിയാണല്ലോ. നീ വല്ലോടെ വീണായിരുന്നു? ഇല്ല, ഞാനൊന്നും വീണില്ല. എന്താ നിർത്തില്ല, ഭയങ്കര വിശപ്പമ്മ. ഞാൻ അടുക്കള വല്ലതും കൊണ്ടുവന്ന് നോക്കട്ടെ. മുറിവെന്നും പറഞ്ഞപ്പോ അവിടെ അടുക്കള കഴിക്കാൻ കാണുമോ? എന്തോ പന്തികളുണ്ട്. ഞാൻ അവളോട് പോയി ചോദിക്കണം. അമ്മ, ഇത് മറ്റേ പ്രശ്നം. ഏത്? നേരത്തെ പറഞ്ഞ പ്രശ്നേ. ഏത് പ്രശ്നം? അമ്മ,
വിവാദമായ പ്രശ്നമില്ലേ? എന്തോന്ന്? നേരത്തെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞില്ലേ ആ പ്രശ്നം? ഒന്ന് പറഞ്ഞു വലിക്കും മോനവല്ലി. എന്റെ അർജുന ചേട്ടാ, അവള് കൊച്ചി വന്നപ്പോ ഇവിടെ കയറിയാന്ന് പറഞ്ഞോ? കൊച്ചിയിൽ അവള് എന്തിനാ വന്നത്? എന്തിനാ വന്നേ? ചുംബന സമരത്തിൽ പങ്കെടുത്തപ്പോ അവൾക്ക് കിട്ടിയ പാടുകൾ അതൊക്കെ. മൂത്തും കവളത്തും ഒക്കെ പാട് കിടപ്പുണ്ട്. എന്താ ഞാൻ അവളെ ശരിയാക്കും. അമ്മ ഒന്ന് അടങ്ങ്. ഈ പോലീസുകാരെ കണ്ടപ്പോഴേ ഓടിയപ്പോഴെങ്ങാണ്ട് പറ്റിയതായി പരിക്കൊക്കെ. നീ മുമ്പ് ടി വിയിൽ എങ്ങനെ അവളെ കണ്ടായിരുന്നോ? ഏയ്, അവിടെ ചെല്ലുന്ന എല്ലാരും ടി വി കാണിക്കും. ഇന്ന് ഞാൻ അവളെ ശരിയാക്കും. അല്ല, നിങ്ങളിതിന് അനുകൂലമായിരുന്നല്ലോ. അനുകൂലമൊക്കെയാണ്, പക്ഷെ എൻ്റെ അമ്മയും ഭാര്യയും പെങ്ങളും ഒന്നും ഇതിൽ പങ്കെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചോദിക്കോട്ടെ, ചോദിക്കാം. ഇന്ന് ഒരു നിമിഷം ആത്മാഭിമാനമുള്ള അച്ഛനും അമ്മയ്ക്കും പറഞ്ഞോളാ. നീ സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. എങ്ങനെ തോന്നിയടി നിനക്ക് ഇങ്ങനെ ചെയ്യാൻ? എങ്ങനെ തോന്നിയടി നിനക്ക് ഇങ്ങനെ ചെയ്യാനെന്നാ? എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? അയ്യടി, എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ? കൊച്ചി നീ എന്തിനടി പോയത്? ആ ആഭാസ സമരത്തിൽ പങ്കെടുക്കാനില്ലയോ? ഇത്ര മൃഗീയമായിട്ട് പരിക്കേൽക്കണമെങ്കിലേ നീ അല്ലേടി മുന്നിൽ നിന്ന് നയിച്ചത്? ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കോ? നിന്റെ കൂടെ ഉണ്ടായിരുന്ന മാച്ചൊന്നില്ലടി കേൾക്കാൻ. ഒന്ന് നിർത്തോ? നിർത്താനോ? അട്ടിച്ചിന്റെ പള്ളിയങ്കളെ. കോകിലേ, നിനക്ക് ഒന്നും ഓർക്കാമായിരുന്നു. നിനക്കൊരു ഭർത്താവ് 2 കുഞ്ഞുങ്ങളും ഉള്ളതാ. മറന്നുപോയടി അവരെ. ന്യൂ ജനറേഷൻ പിള്ളേരെ പോലാണോ നീ? അതെ. തർക്കുത്തരം പറയുന്നുണ്ടോ? ചേട്ടമ്മേ, അവളെ തൊട്ടിട്ട് എന്റെ അമ്മയുടെ കൈ ചീത്തയാക്കണ്ട. നിന്റെ ഭർത്താവ് ധനഞ്ജയനറിഞ്ഞ എന്തായിരിക്കും ഇവിടെ നടക്കുന്നതെന്ന് അറിയാമോ നിനക്ക്? ഭക്ഷണം കഴിക്കുന്ന ഇത്ര വലിയ പ്രശ്നമാണോ? എന്തൊരു കഷ്ടമാണ്. കണ്ട അഹങ്കാരി അഹങ്കാരി. ഒരു കൂസലും ഇല്ലാതെ പോന്നുണ്ടോ? അമ്മേ, കോഹ്ലിയുടെ ഭർത്താവ് ധനഞ്ജയന്റെ ഫോണ്. അവള് ചുംബന സമരത്തിൽ പോയത് അവനെ അറിഞ്ഞു കാണുമോ? ഇനിയിപ്പോ അവനെ എന്താ പറഞ്ഞാ ഒന്ന് സമാധാനിപ്പിക്കുന്നത്? ഓ, ഇനിയൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടി വരികയല്ല. പെങ്ങളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാന്ന് പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. കട്ട് ചെയ്യുക. അമ്മേ, മോനവല്ലി ഒന്നിങ്ങ് വന്നേ. എന്താടാ അമ്മ, ഇത് ധനഞ്ജയൻ പിന്നെയും കിടന്ന് വിളിക്കുക. നീ ആ കുന്തൊന്ന് ഓഫ് ചെയ്ത് വെക്കാവോ? എന്റെ അമ്മ എത്ര നാൾ ഓഫ് ചെയ്യാൻ പറ്റും? അതേ കട്ടായി. കട്ടാവട്ടെ. എത്രയായാലും ഡൈവോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോഹ്ലിക്ക് ഈ വീട്ടിലോട്ട് തന്നെയല്ലേ വരാനുള്ളത്. അമ്മേ, ഞാൻ അവനെ വിളിച്ച് ഒന്ന് കാല് പിടിച്ച് സംസാരിക്കാം. അവളുടെ ഏട്ടനായി പോയില്ലയോ? അവനിപ്പോ ഇനി ഇങ്ങോട്ട് വിളിക്കുന്നു തോന്നില്ല. അതിനോട്ട് അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിക്കാമല്ലോ. വിളിച്ചു പറ. ഹലോ ഹലോ അളിയ, അത് ഞാനാ, അർജുനന്. പിന്നെ കോകിലയ്ക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. ചുംബന സമരത്തിൽ പങ്കെടുത്ത് അവിടെ വേരക്കേട് കൊണ്ടാ. അളിയനെ ക്ഷമിക്കണം. പ്രായമതല്ലയോ അളിയ, ഇനി അവളത് ആവർത്തിക്കത്തില്ല. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന്റെ പേരിൽ അളിയൻ അവളെ ഡിവോഴ്സ് ചെയ്യരുത്. ഓഹോ, അപ്പോൾ അവൾ ചുംബന സമരത്തിന് പോയായിരുന്നോ? എനിക്കത് അറിയില്ലായിരുന്നു. വഞ്ചകി. ഇനി അവൾ ഇങ്ങോട്ട് വരണ്ട. അവൾക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് ഞാൻ നാളെ തന്നെ അയക്കുന്നുണ്ട്. സമാധാനായില്ലേ? ഇന്നലെ ഞാൻ എന്റെ അമ്മായിയമ്മയായിട്ട് വഴക്കടിച്ചു. അവരെന്നെ തല്ലി. അതിന്റെ പാടാ ഇത്. അവരെന്തിനാ നിന്നെ തല്ലിയേ? ഞാൻ തട്ടിക്കടിച്ചേന്. അവരെയോ? അതെ. എനിക്ക് തോന്നുന്നത് അമ്മായിമ്മ ഹോസ്പിറ്റലായിരിക്കും. അത് പറയാൻ വേണ്ടിട്ടായിരിക്കും ധനഞ്ജയൻ ചേട്ടൻ വിളിച്ചത്. എനിക്ക് വയ്യ. ഇതൊക്കെ നേരത്തെ പറയണ്ടേടാ. എന്റെ അർജുനേട്ടാ, നിങ്ങൾ എനിക്ക് ദ്രോഹമല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് വയ്യ, എന്റെ ദൈവമേ. നീ അപ്പൊ ചുംബന സമരത്തിന് പോയില്ലയോ? ചുംബന സമരോ? അമ്മ, ഞാൻ അതിനൊക്കെ പോവോ? എനിക്ക് വയ്യ. എന്റെ ജീവിതം നശിപ്പിച്ചു അർജുനേട്ടൻ. ശരിയാ, അവൻ എല്ലാവരുടെ ജീവിതം നശിപ്പിക്കും. എന്നാലും അർജുനേട്ടാ, സനഞ്ജയനെ ഫോൺ ചെയ്ത് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അതെ, ഇപ്പൊ കുറ്റമെല്ലാം കൂടെ എന്റെ തലയിലായല്ലോ. നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഫോൺ വിളിച്ച്? ഞങ്ങള് പറഞ്ഞോ? എന്റെ ദൈവമേ, ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ല. വെള്ളം പറയരുത്. നിനക്ക് പോകാൻ പറ്റാത്തതിന്റെ ദൂഷ്യമല്ലടാ ഇത്. അങ്ങനല്ലേ രണ്ടുകൂടെ പറഞ്ഞിട്ടാ ഫോൺ വിളിച്ച്. എവിടെയോ നടന്ന ചുംബന സമരം
തകർന്നതാണെങ്കിൽ എന്റെ ജീവിതം. അർജുനേട്ടോ വേണ്ട മോളെ, മോള് വാ. തനിച്ചനോട് അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കാം. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഈ കൊച്ചണ്ണെ പോലൊന്നും അല്ല. ഒരു കുടുംബം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഏത് വഴി പോയാലും തേങ്ങ എന്റെ തലയിൽ തന്നെ വീഴും. എന്റെ മോനെ വലിയ അമ്മയെ ചുമ്മാ വാശി പിടിപ്പിക്കല്ലേ. അമ്മ പോയി ജീൻസും ടോപ്പും ഇട്ടോണ്ട് വരും. കൊറേ പുളിക്കും. അതിന് മോഹനവല്ലി വേറെ ജനിക്കണം. മായാവതി എന്റെ മോനെ വലിയ അമ്മയെ ചുമ്മാ വാശി പിടിപ്പിക്കല്ലേ. അമ്മ പോയി ജീൻസും ടോപ്പും ഒക്കെ ഇട്ടോണ്ട് വരും. കൊറേ പുളിക്കും. അതിന് ഒരു ചെവിടി നീ ഇങ്ങോട്ടൊന്ന് എടുത്ത് വെച്ച് നോട്ടെ. പോടാ, പോകുമ്പോന്നും പറഞ്ഞിട്ട് മാക്രിയുടെ തൊട്ട് ഇവിടെ നിൽക്കാതെ വിട്ടാ പോവും. പോടാ, ഇടി പോവാൻ പറയടി, പോ.